അതും കർക്കശ്യം ആയിട്ടുള്ള സ്വരത്തിൽ മാത്രമേ നമ്മൾ സംസാരിച്ചിട്ട് പറഞ്ഞാൽ മാത്രമേ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ തോന്നുന്നതിൽ എന്തോ ഒരു വശപ്പിശകില്ലേ? ഇഫ് യു ആർ യെല്ലിങ് മോർ ദൻ യു ഹഗ്, ദർ ഇസ് സംതിങ് റോങ്. നമ്മൾ മക്കളോട് എന്തെങ്കിലും മക്കൾ കാണിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒച്ച വെക്കാനാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് എന്നല്ലേ അർത്ഥം. വീട്ടിൽ നമ്മൾ വളർത്തുന്നത് റോബോട്ട്സിനല്ലല്ലോ, കുട്ടികളല്ലേ. എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള മെഷീൻസിനല്ല നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടീന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അവരവർക്ക് ബുദ്ധിയുണ്ട്, അവരവർക്ക് സാമാന്യ ബോധമുണ്ട്, കോമൺ സെൻസ് ഉണ്ട്. അങ്ങനെയുള്ള മനുഷ്യ ജീവനെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. എല്ലാ സംഗതികളും നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ഒരു പിടുത്തത്തിൽ വേണം, നമ്മൾ കൺട്രോൾ ചെയ്താലേ മതിയാവുള്ളൂ. അതും കർക്കശ്യം ആയിട്ടുള്ള സ്വരത്തിൽ മാത്രമേ നമ്മൾ സംസാരിച്ചിട്ട് പറഞ്ഞാൽ മാത്രമേ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ തോന്നുന്നതിൽ എന്തോ ഒരു വശപ്പിശകില്ലേ? നമ്മൾക്ക് ശബ്ദം ഉയർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ കൈയെടുത്ത് ഉയർത്തിയിട്ട് സ്നേഹിക്കാനും നമ്മളെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലല്ലോ. ഈ അലറി വിളിക്കുന്നതിനേക്കാളേറെ ഐ ലവ് യു എന്നുള്ളത് നമ്മളെ വീടുകളിൽ നമ്മളുടെ കുട്ടികൾ അതേ ടോണിൽ, അതേ സ്നേഹത്തോടു കൂടി അതേ ടോണിൽ കേൾക്കണം. കേട്ടാൽ മാത്രമേ അവർക്ക് നല്ല കുട്ടികളായിട്ട്, കമ്പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികളായിട്ട്, കൈൻഡ് ആയിട്ടുള്ള കുട്ടികളായിട്ട് വളരാൻ വേണ്ടി പറ്റുള്ളൂ.